നമ്മുടെ പഴയ ബിൽഡിങ്ങിൽ നമ്മുടെ ആ വയറിങ് ചേഞ്ച് ചെയ്ത് റീവയർ ചെയ്യാനുള്ള സമയമായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിലാദ്യം നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വാളിലൊക്കെ തൊടുന്ന സമയത്ത്, ഭിത്തികളിലൊക്കെ തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് വരുന്നുണ്ടെങ്കിൽ ആ വയറിങ് റീവയർ ചെയ്യാൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. വയറിങ് കത്തിയ സ്മെല്ല് വരികയോ അല്ലെങ്കിൽ ഉരുകിയതായിട്ട് കാണുകയോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും അർത്ഥം റീവയർ ചെയ്യാനായി എന്ന് തന്നെയാണ്. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ഫ്യൂസ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ റീവയറിങ് ടൈമായി. ഓവർ കറണ്ട് ബില്ല് വരുന്നുണ്ടോ, കൺഫേം ഇത് മാറാനായി എന്നുള്ളതാണ്. പഴയ വയറിങ്ങുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പോലത്തെ സേഫ്റ്റി ഡിവൈസുകൾ അന്ന് ഇല്ല എന്നുള്ളതാണ്. അവിടെ ആകപ്പാടെ ഉള്ളത് ഫ്യൂസ് മാത്രമാണ് സേഫ്റ്റിക്കായിട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതുപോലെയല്ല. ഇന്ന് ഒരുപാട് ഡിവൈസുകൾ വന്നിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. ഷോക്ക് അടിക്കാതിരിക്കുന്നതിനുള്ള ഡിവൈസുകളുണ്ട്, വയറിങ് ഉരുകാതിരിക്കാനുള്ള ഡിവൈസുകളുണ്ട്, അതുപോലെ അപ്ലയൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈസുകളുണ്ട്. ഒരുപാട് ആധുനികമായ ഡിവൈസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊന്നും പഴയ വയറിങ്ങിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പഴക്കമുള്ള വയറിംഗ് ആണെങ്കിൽ എന്തായാലും റീവയർ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വയറിങ്ങിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റീവയർ ചെയ്യാൻ ആയി എന്നുള്ളതാണ്. സമയം കളയേണ്ട, വേഗം റീവയറിങ്ങിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. വയറിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ രൂപേഷ് പതാലി, വയറിംഗ് സൊല്യൂഷൻ എക്സ്പെർട്ട്.